ഇന്ന് ലോകം കഴിവുകളെയാണ് അന്വേഷിക്കുക. എന്നാൽ ദൈവം പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തിത്വങ്ങളെയാണ് അന്വേഷിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നു എന്നതിനെ ആസ്പദമാക്കി ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മളൊരു പഠനത്തിലൂടെ കടന്നു പോവുകയായിരുന്നു. ദൈവത്തിൻ്റെ ദാനമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. അതൊരു പ്രകടനത്തിനു വേണ്ടിയല്ല, മറിച്ച് ആത്മാക്കളെ ക്രിസ്തുവിലേക്ക് നയിക്കുവാനാണ്. ഇന്നത്തെ ദിവസം ദൈവം നൽകിയ ദാനങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുക? ഒന്ന്, കണ്ണുകളെ അടയ്ക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നന്ദി പറയാം. ഈ ദിവസങ്ങൾ കാത്തിരിപ്പിൻ്റെ ദിവസങ്ങളാണ്. പെന്തക്കോസ്റ്റൽ ഡേ ജീവിതത്തിൽ ഒരു അനുഗ്രഹമാക്കി മാറ്റുവാൻ, ജീവനുള്ള ദൈവത്തിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ സ്വീകരിക്കുവാനായി നമുക്ക് ഒരുങ്ങാം. കണ്ണുകളെ അടയ്ക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, ജീവനുള്ള ദൈവത്തിൻ്റെ ആത്മാവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ ഞങ്ങൾ ഒരുക്കുകയായിരുന്നു. ആത്മാവിൻ്റെ സാന്നിധ്യം ഈ ലോകത്ത് ഒരു മനുഷ്യന് ദൈവം നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ദാനങ്ങളിൽ വൈവിധ്യങ്ങളുണ്ട്. ദൈവമേ, ആ വൈവിധ്യമേറിയ ദാനങ്ങളെല്ലാം കടന്നു വരിക ദൈവത്തിൻ്റെ ആത്മാവിൽ നിന്ന് മാത്രമാണ്. ആ ആത്മാവിനെ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ശ്വാസം ഒരു മനുഷ്യ ശരീരത്തിന് എത്ര ആവശ്യമാണോ അതുപോലെയാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം. നിങ്ങൾ തിരിച്ചറിയണം, ശ്വാസമില്ലാതെ ഒരു ശരീരത്തിന് നിലനിൽക്കാനാവില്ല. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാതെ ആത്മീയ ജീവിതത്തിൽ നമുക്കൊരു ജീവൻ ഉണ്ടാവുകയില്ല. ആ വലിയ ബോധ്യത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിൽ നമ്മളെ വിട്ടുകൊടുത്തുകൊണ്ട് താഴ്മയോടെ മുട്ടുകൾ മടക്കി ആത്മാവിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നു എന്നതിനെ ആസ്പദമാക്കി ഏകദേശം 8 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ കാണുന്നത് പരിശുദ്ധാത്മാവാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വരങ്ങൾ, ഗിഫ്റ്റ് നൽകുക. 1 കൊരിന്ത്യൻസ് 12-ാം അധ്യായം യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളെക്കുറിച്ചാണ് നമ്മളെ പഠിപ്പിക്കുക. 1 കൊരിന്ത്യൻസ് 12-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം എടുത്താൽ, ദാനങ്ങളിൽ വൈവിധ്യം ഉണ്ടെങ്കിലും ആത്മാവ് ഒന്ന് തന്നെയാണ് എന്ന് വെളിപ്പെടുത്തുന്നുണ്ട്. എന്നാൽ വീണ്ടും 1 കൊരിന്ത്യൻസ് 12:7 ഓരോരുത്തരിലും ആത്മാവ് വെളിപ്പെടുന്നത് പൊതു നന്മയ്ക്കായിട്ടാണ് എന്ന് വളരെ കൃത്യമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുകയാണ്. അപ്പൊ നമ്മൾ കൊരിന്തിലെ സഭയ്ക്ക് സെന്റ് പോള് ലേഖനം എഴുതുമ്പോൾ ഏറ്റവും ശക്തമായ ഒരു ആത്മീയ പഠനങ്ങളിൽ ഒന്നാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ദാനമെന്ന് ആ കൊരിന്തിലെ സഭയെ പഠിപ്പിക്കുകയാണ്. അപ്പം ഇവിടെ വിശ്വാസികൾ എന്തിനു വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് വിശ്വാസികൾക്ക് ഈ വരങ്ങൾ നൽകുന്നത് എന്ന് തിരിച്ചറിയണം. അങ്ങനെയെങ്കിൽ ഈ വരങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ വരങ്ങൾ എങ്ങനെ നമ്മൾ ഉപയോഗിക്കണം എന്നതിനെക്കുറിച്ചൊക്കെ സെന്റ് പോള് കൊരിന്തിലെ സഭയെ പഠിപ്പിക്കുമ്പോൾ അത്
ഇന്ന് ഈ കാലഘട്ടത്തിൽ നമ്മളെ കൂടി എന്താ പറയുക പഠിപ്പിക്കുവാനാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സെന്റ് പോളിലൂടെ ഇത് പറഞ്ഞു തരിക. അപ്പം പരിശുദ്ധാത്മാവിന്റെ വരം ഇത് ദൈവ മഹത്വത്തിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കണം, മനുഷ്യന്റെ മഹത്വത്തിനു വേണ്ടിയല്ല എന്ന് ആദ്യത്തെ തിരിച്ചറിവാണ്. സഭയ്ക്കും അല്ലെങ്കിൽ സഭയിൽ നിലനിൽക്കുന്ന വിശ്വാസികൾക്കും ഇത് നന്മയായി മാറുകയും അത് ദൈവ മഹത്വത്തിലേക്ക് നയിക്കപ്പെടുകയും ചെയ്യണമെന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. എന്നാൽ ഇന്ന് ഈ ദാനങ്ങൾ അല്ലെങ്കിൽ ഈ വരം ലഭിച്ചിരിക്കുന്ന പല വ്യക്തികളും അത് അവരുടെ സ്വന്തം മഹത്വത്തിനു വേണ്ടിയും അവരുടെ സ്വന്തം വളർച്ചയ്ക്ക് വേണ്ടിയും അവർക്ക് പണസമ്പാദനത്തിനു വേണ്ടിയും ഉപയോഗിക്കുന്നു എന്നുള്ളത് വേദനാജനകമായ ഒരു കാര്യമാണ്. അപ്പം അതവിടെ നിൽക്കട്ടെ. നമുക്ക് പഠിക്കേണ്ട വിഷയമെന്ന് പറയുക ഈ ഗിഫ്റ്റ് എന്താണ്, ഈ പരിശുദ്ധാത്മാവിന്റെ ദാനം എന്നത് എന്താണ് എന്ന് നമ്മൾ പഠിക്കണം. വരം, അതുമല്ലെങ്കിൽ ഗിഫ്റ്റ്, ഇത് ഒരു തരത്തിലും മനുഷ്യന്റെ കഴിവല്ല, മനുഷ്യന്റെ ശേഷിയുമല്ല, ഒരു മനുഷ്യൻ ഇത് പഠിച്ച് നേടിയതുമല്ല. ഇത് ദൈവം തൻ്റെ ദാസർക്ക് സൗജന്യമായി നൽകുന്ന ഒരു ആത്മീയ അനുഗ്രഹമാണ്. ഈ തിരിച്ചറിവ് ആദ്യമായി നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അത് 1 കൊരിന്ത്യൻസ് 12-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ തൻ്റെ ഇച്ഛയ്ക്കൊത്ത്, അതായത് ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് തൻ്റെ ഇച്ഛയ്ക്ക് ഒത്ത് ഓരോരുത്തർക്കും പ്രത്യേക ദാനങ്ങൾ നൽകുന്ന ഒരേ ആത്മാവിന്റെ പ്രവൃത്തിയാണ് ഇതെല്ലാം എന്ന് രേഖപ്പെടുത്തുന്നു. എന്ന് വെച്ചാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് താൻ ഇച്ഛിക്കുന്നവർക്ക് അല്ലെങ്കിൽ താൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഓരോരുത്തർക്കും വിഭജിച്ചു കൊടുക്കുന്നതാണ് ഈ വരം എന്ന് പറയുക. ഹല്ലേലൂയ. വരങ്ങൾ അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഗിഫ്റ്റ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് നമ്മൾ തിരഞ്ഞെടുക്കുന്നതല്ല, എൻ്റെ ഇഷ്ടമനുസരിച്ച് എൻ്റെ ചോയ്സിനനുസരിച്ച് ഞാൻ എടുക്കുന്നതല്ല, ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് ദാനമായി നൽകുന്നതാണ്. ഹല്ലേലൂയ. അപ്പം വരങ്ങള് പലതുണ്ട്, എന്നാൽ ആത്മാവ് ഒരുവൻ തന്നെ എന്നാണ് ബൈബിൾ പഠിപ്പിക്കുക. അപ്പൊ 1 കൊരിന്ത്യൻസ് 12-ാം അധ്യായം 4, 5, 6 വാക്യങ്ങൾ നമ്മളൊന്ന് പരിശോധിച്ചാൽ ബൈബിൾ പറയുന്നു, ദാനങ്ങളിൽ വൈവിധ്യമുണ്ടെങ്കിലും ആത്മാവ് ഒന്നു തന്നെയാണ്. ശുശ്രൂഷകളിൽ വൈവിധ്യമുണ്ടെങ്കിലും കർത്താവ് ഒന്നു തന്നെയാണ്. പ്രവൃത്തികളിൽ വൈവിധ്യം ഉണ്ടെങ്കിലും എല്ലാവർക്കും എല്ലാറ്റിലും പ്രചോദനം നൽകുന്ന ദൈവം ഒന്നു തന്നെ. ഓരോരുത്തരിലും ആത്മാവ് വെളിപ്പെടുന്നത് പൊതു നന്മയ്ക്ക് വേണ്ടിയാണ് എന്ന് അസന്നിഗ്ധമായി സെന്റ് പോൾ ഇവിടെ രേഖപ്പെടുത്തുകയാണ്. ഇതിന്റെ അർത്ഥം എന്ന് പറയുക, എല്ലാവർക്കും ഒരേ വരമല്ല ദൈവം കൊടുക്കുക, എല്ലാവരിലും ഒരേ തരത്തിലുള്ള ശുശ്രൂഷയല്ല ദൈവം അനുവദിക്കുക. എന്നാൽ എല്ലാവരുടെയും ഈ വരങ്ങളുടെ ഉറവിടം എന്ന് പറയുന്നത് ഒരേ ദൈവം തന്നെയാണ്, ഒരേ പരിശുദ്ധാത്മാവ് തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ ഒരാളെയും താരതമ്യം ചെയ്ത് കാണണ്ട, ഒരാളെയും നമ്മൾ വില കുറച്ച് കാണണ്ട, ഒരാളെയും നമ്മൾ വലിയ മഹത്വരമായി കാണുകയും വേണ്ട. അതായത് ഒരു വ്യക്തിക്ക് പ്രസംഗിക്കുവാനുള്ള വരം കൊടുക്കുന്നത്, അതായത് ഒരു വചനത്തിന്റെ അഭിഷേകം കൊടുക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ഒരു വ്യക്തിക്ക് പ്രാർത്ഥിക്കുവാനുള്ള വരം, അതായത് പ്രാർത്ഥനയുടെ അഭിഷേകം കൊടുക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. അത് പ്രവചനപരമായാലും രോഗശാന്തി വരമായാലും ദർശനപരമായാലും ഏത് വരമെടുത്താലും അത് കൊടുക്കുന്നത് ദൈവമാണ്. അതുകൊണ്ട് ഒന്നിനെ ചെറുതായി കണ്ടോ ഒന്നിനെ വലുതായി കണ്ടോ പരിശുദ്ധാത്മാവിനെ നമ്മൾ പരീക്ഷിക്കരുത്. ഹല്ലേലൂയ. പ്രധാനപ്പെട്ട പരിശുദ്ധാത്മാവിന്റെ വരങ്ങളെ കുറിച്ച് 1 കൊരിന്ത്യൻസ് 12-ാം അധ്യായം 8, 9, 10 വാക്യങ്ങളിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഒരേ ആത്മാവ് തന്നെ ഒരാൾക്ക് വിവേകത്തിന്റെ വചനവും മറ്റൊരാൾക്ക് ജ്ഞാനത്തിന്റെ വചനവും നൽകുന്നു. ഒരേ ആത്മാവ് തന്നെ ഒരുവന് വിശ്വാസവും വേറൊരുവന് രോഗശാന്തിക്കുള്ള വരവും നൽകുന്നു.
ഒരുവൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനുള്ള ശക്തിയും മറ്റൊരുവന് പ്രവചിക്കുവാനുള്ള വരവും വേറൊരുവന് ആത്മാക്കളെ വിവേചിച്ചറിയുവാനുള്ള വരവും വേറൊരുവന് ഭാഷാവരവും വേറൊരുവന് വ്യാഖ്യാനത്തിനുള്ള വരവും അതേ ആത്മാവ് തന്നെ കൊടുക്കുന്നു എന്ന് പറയുമ്പം ഈ വരങ്ങളെ നമ്മൾ ഒന്ന് വ്യക്തിപരമായി ഏറ്റെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ, ഒന്നാമതായി വിവേകത്തിന്റെ വചനം, അതായത് വേർഡ് ഓഫ് വിസ്ഡം, ഒരു വിവേകത്തിന്റെ വചനം അഥവാ വരം എന്ന് പറയുമ്പം ദൈവീകമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന ഒരു കൃപാവരമാണ് വിവേകമെന്ന് പറയുക. ഒരു പ്രശ്നത്തിന്റെ നടുവിലൂടെ നമ്മൾ കടന്നു പോകുമ്പം അതിനെ വിവേകത്തോടുകൂടി ഇടപെട്ടുകൊണ്ട് ദൈവം നൽകുന്ന ഒരു നിർദ്ദേശത്തെ ഏറ്റെടുത്ത് പൊതുവിൽ നന്മയ്ക്കായി അത് ഒരു സമൂഹത്തിനോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്കോ ഒരു കുടുംബത്തിനോ വിവേകത്തോടുകൂടി ആ വിഷയത്തെ കൈകാര്യം ചെയ്യുവാനുള്ള ഒരു മാർഗനിർദ്ദേശം കൊടുക്കുക എന്നുള്ള കൃപാവരമാണ് വിവേകത്തിന്റെ വചനം അഥവാ വിവേകത്തിന്റെ വരം എന്ന് പറയുക. ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ എന്ത് തീരുമാനമെടുക്കണമെന്നറിയാതെ കടന്നു പോകുന്ന ഒരു വ്യക്തിയുടെ നടുവിൽ വളരെ വിവേകത്തോടുകൂടി ആ വിഷയത്തെ കൈകാര്യം ചെയ്ത് ദൈവത്തിന്റെ സന്നിധിയിൽ അത് പ്രാർത്ഥിച്ച് അത് വേണമോ വേണ്ടയോ അത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് കർത്താവിനോട് ചോദിച്ച് നമ്മുടെ കയ്യിലുള്ള ബൈബിൾ ഒന്ന് എടുത്ത് തുറന്ന് ദൈവമേ ഞങ്ങളോടൊന്ന് സംസാരിക്കണമേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അത് കൈകാര്യം ചെയ്യുമ്പോൾ ദൈവം നമുക്ക് തരുന്നതാണ് ആ വിസ്ഡം എന്ന് പറയുക, ആ വിവേകമെന്ന് പറയുക. അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകുന്ന ഒരു ഗിഫ്റ്റാണ്. ഇവിടെ ദൈവത്തിന് ജനമേ, അതുപോലെ രണ്ടാമത് പറയുന്നു ജ്ഞാനത്തിന്റെ വചനം അഥവാ അറിവിന്റെ വചനം, വേർഡ് ഓഫ് നോളജ്. ഇതും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. അപ്പം സ്വാഭാവികമായി നമുക്കറിയാൻ പാടില്ലാത്ത ഒരു കാര്യം അല്ലെങ്കിൽ ഒരു വിഷയം, ആ അറിയാത്ത വിഷയത്തിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ഒരു വെളിപ്പെടുത്തലിന് വേണ്ടി പ്രാർത്ഥിച്ച് നമ്മളത് ലഭിക്കുമ്പോൾ അതിനെയാണ് ജ്ഞാനത്തിന്റെ വചനം അഥവാ അറിവിന്റെ വരം എന്ന് നമ്മൾ പറയുക. നമുക്കറിയില്ല ഒരു വിഷയത്തെക്കുറിച്ച്, അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും. ദൈവത്തിന്റെ സന്നിധിയിൽ ആ വിഷയത്തെക്കുറിച്ച് നമ്മൾ പ്രാർത്ഥിച്ച് ഒരു മനുഷ്യബുദ്ധിക്ക് അതീതമായി നമുക്ക് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരുന്ന ആ ഒരു കാര്യം നമ്മൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അതാണ് നമ്മളിൽ പ്രവർത്തിക്കുന്ന ഒരു വേർഡ് ഓഫ് നോളജ്. ആ ജ്ഞാനത്തിന്റെ ഒരു അഭിഷേകം പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ലഭിക്കുകയാണ്. മൂന്നാമതായി വിശ്വാസത്തിന്റെ വരം, ഫെയ്ത്ത്, ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത്. സാധാരണയായി ഒരാളുടെ വിശ്വാസം അതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുക എന്ന് നമുക്കറിയില്ല. ഒരു സാധാരണ വിശ്വാസത്തെക്കാൾ അത്ഭുതകരമായി നമ്മുടെ ജീവിതത്തിൽ ഒരു വിശ്വാസത്തെ നമുക്ക് ഏറ്റെടുക്കുവാൻ പറ്റുമെങ്കിൽ, എബ്രായ ലേഖനം 11:1 പഠിപ്പിക്കുന്നു, വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. അതായത് ഒരു പ്രതിസന്ധി ഘട്ടത്തിലാകാം അല്ലെങ്കിൽ നടക്കത്തില്ല എന്ന് നമ്മൾ കരുതുന്ന ഒരു വിഷയത്തിന്റെ മേൽ എൻ്റെ വിശ്വാസം, ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസത്തിന്റെ നടുവിലൂടെ നമ്മൾ കടന്നു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. 22-ാം അധ്യായം ഉൽപ്പത്തിയിൽ തൻ്റെ ഏകജാതനായ ഇസഹാക്കിനെ ബലി കൊടുക്കണം എന്ന് ദൈവം അബ്രഹാമിനോട് പറയുമ്പം, ഞാൻ പോയി ദഹനബലി അർപ്പിച്ചിട്ട് തിരികെ വരാമെന്ന് തൻ്റെ ദാസന്മാരോട് പറഞ്ഞിട്ട് പോകുന്ന അബ്രഹാമിന്റെ വിശ്വാസം, മോറിയ മലയിൽ പോയി തൻ്റെ ഏകജാതനായ ഇസഹാക്കിനെ ബലി അർപ്പിച്ച്, അതായത് ദഹനബലി അർപ്പിച്ച് തിരികെ വരുമ്പോൾ ചാരത്തിൽ നിന്ന് പോലും എൻ്റെ ഇസഹാക്കിനെ തിരിച്ചു തരുവാൻ എൻ്റെ ദൈവത്തിന് സാധിക്കും എന്നുള്ള ഉറച്ച വിശ്വാസം അബ്രഹാമിന്റെ ജീവിതത്തിൽ അബ്രഹാം ഏറ്റെടുത്തപ്പോൾ വിശ്വാസത്തിന്റെ പിതാവ് എന്ന പേരിലേക്ക് കടന്നു വരുവാൻ അബ്രഹാമിന് സാധിച്ചു. യഹോവ ഈരെ എന്ന് ആ സ്ഥലത്തിന് പേരിടുവാൻ അബ്രഹാമിന് കഴിയുകയും ചെയ്തത് ആ വിശ്വാസത്തിന്റെ വെളിച്ചത്തിലാണ്.
അതുപോലെ ഏത് വിഷയത്തിൻ്റെ മേലും എൻ്റെ ദൈവത്തിന് ഇടപെടാൻ കഴിയും. എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു ദൈവത്തെ, ഞാൻ സകല മനുഷ്യരുടെയും ദൈവമല്ലേ, എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ എന്ന് ജെറമ്യാ പ്രവചനം 32:27 ചോദിക്കുന്ന ഒരു ദൈവം. അതുപോലെ ജെറമ്യാ 33:3 എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ ഉത്തരമരുളും, നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വരമായ അത്ഭുതകരമായ കാര്യങ്ങൾ ഞാൻ പ്രവർത്തിക്കുമെന്ന് പറയുന്ന ഒരു ദൈവത്തിൽ വിശ്വസിക്കുവാനുള്ള അടിയുറച്ച വിശ്വാസം ഒരു വ്യക്തിയിലുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകുന്ന ഒരു ഗിഫ്റ്റാണ്, ഒരു വരമാണ്. ഹല്ലേലൂയ. അതുപോലെ തന്നെ നാലാമതായി ഗിഫ്റ്റ് ഓഫ് ഹീലിംഗ്, രോഗശാന്തി വരം. അപ്പൊ ദൈവത്തിന് രോഗികളായിരിക്കുന്നവരെ സുഖപ്പെടുത്തുവാൻ പറ്റും. നമ്മൾ എന്താ പറയുക, സുവിശേഷത്തിൽ നിരവധി പേരെ, കുഷ്ഠരോഗികളെ, അല്ലെങ്കിൽ മുടന്തരെ, കാഴ്ചയില്ലാത്തവരെ, അല്ലെങ്കിൽ ചെകിടരെ, നിരവധി പേരെ ദൈവം യേശുക്രിസ്തു സൗഖ്യപ്പെടുത്തിയതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്, കാണുന്നുണ്ട്. എന്നാൽ ഇന്ന് യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്തു, പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായി ഇരിക്കുന്ന സമയം എന്നിൽ ദൈവം നൽകുന്ന ഈ രോഗശാന്തി വരത്തെ ഞാൻ ദൈവത്തിന്റെ വചനം ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ മുട്ടും മടങ്ങുന്ന, എല്ലാ നാവും ഏറ്റുപാടുന്ന, സ്വർഗത്തിലെ ദൈവം സകല നാമങ്ങൾക്കും മേലായ നാമമാക്കി ഉയർത്തിയിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ നാമം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ആ വ്യക്തിക്ക് രോഗസൗഖ്യം കൊടുക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന വരമാണ് രോഗശാന്തി വരം. ഇതൊരു കൃപയുടെ എന്താ പറയുക വരമാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവിലൂടെ നമ്മിൽ ലഭിക്കുന്ന ഈ വരം ഉപയോഗിച്ച് നമുക്ക് നിരവധി പേരെ സൗഖ്യപ്പെടുത്തുവാൻ പറ്റും. ഹല്ലേലൂയ. അതുപോലെ തന്നെ അഞ്ചാമതായി അത്ഭുത പ്രവൃത്തികൾ ചെയ്യുവാൻ പറ്റുന്ന ഒരു ഗിഫ്റ്റ് അല്ലെങ്കിൽ വരം എന്ന് വെച്ചാൽ മിറക്കിൾ, ഗിഫ്റ്റ് ഓഫ് വർക്കിംഗ് ഓഫ് മിറക്കിൾസ് എന്ന് പറയും. അതായത് അത്ഭുതം ചെയ്യാൻ പറ്റുന്ന വരം. അതായത് സ്വാഭാവികമായ നിയമങ്ങൾക്കതീതമായി ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്ന അത്ഭുതകരമായ ഒരു കൃപാവരമാണ് ഈ അത്ഭുത പ്രവൃത്തികൾ ചെയ്യുവാനുള്ള വരമെന്ന് പറയുക. അത് നമുക്കത് എന്താ പറയുക, വിവരിക്കുവാൻ നമുക്ക് ചിലപ്പം വാക്കുകൾ കൊണ്ട് സാധ്യമാകുകയില്ല. മരണപ്പെട്ടു എന്ന് കരുതുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരെ അറിയിച്ചു കൊള്ളുവാനൊക്കെ ഡോക്ടർമാർ വിധി എഴുതി ഐസിയുവിന്റെ ഉള്ളിൽ കിടക്കുന്ന വ്യക്തികളെ പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ഐസിയുവിന്റെ തണുപ്പിൽ ഇറക്കി ഒരു വ്യക്തിക്ക് ജീവന്റെ സമൃദ്ധി കൊടുക്കുവാൻ പറ്റുന്ന വിധത്തിലുള്ള മിറക്കിൾ ഹീലിംഗിന്റെ വരം. ആറാമതായി പ്രവചനവരം, ഗിഫ്റ്റ് ഓഫ് പ്രൊഫസി. സഭയെ ഉത്സാഹിപ്പിക്കുവാൻ, സഭയെ ആശ്വസിപ്പിക്കുവാൻ ദൈവത്തിന്റെ വചനം ഉപയോഗിച്ച് ഭാവിയിൽ സംഭവിക്കുവാനിരിക്കുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്താൻ ദൈവം ഉപയോഗിക്കുന്നതാണ് പ്രവചനവരമെന്ന് പറയുക. നമ്മൾ അപ്പസ്തോല പ്രവൃത്തികളിൽ കാണുന്നുണ്ട്, ഹഗാബോസ് എന്ന് പറയുന്ന പ്രവാചകൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഭാവിയിൽ വരാനിരിക്കുന്ന ഒരു വലിയ ക്ഷാമത്തെക്കുറിച്ച് പ്രവചിക്കുന്നതും അത് പിന്നീട് കാലാന്തരത്തിൽ സംഭവിക്കുന്നതും. അപ്പൊ അങ്ങനെയുള്ള പ്രവചനങ്ങൾ കടന്നു വരുമ്പോൾ നമുക്ക് ചിലപ്പോ ഒരു പ്രിക്കോഷൻ എടുക്കുവാൻ, ചില കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുവാൻ നമുക്ക് സാധിക്കും. ചിലത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ സംഭവിക്കും, ചില കോഴ്സ് എടുക്കുന്നതിനെ കുറിച്ച്, അല്ലെങ്കിൽ ഒരു വിവാഹത്തെക്കുറിച്ച് പ്രാർത്ഥിക്കുമ്പം ഇന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ ദൈവം ചില കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തി തരും, അങ്ങനെയുള്ള ഒരു വ്യക്തിയായിരിക്കും, അങ്ങനെയുള്ള ഒരു പെൺകുട്ടിയായിരിക്കും എന്നൊക്കെ നമുക്ക് പറഞ്ഞു തരും. പല കാര്യങ്ങളിൽ ഭാവിയിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുവാനിരിക്കുന്ന കാര്യങ്ങൾ, ഇപ്പം ഈ കാര്യങ്ങൾ നമുക്ക് അങ്ങനെ പ്രവചന വരങ്ങളിലൂടെ പ്രവചിക്കുന്നത്, ഭാവിയിൽ വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ പ്രവചിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. കാരണം ദൈവത്തിന്റെ മനസ്സ് അറിയുന്നത് ദൈവത്തിന്റെ ആത്മാവാണെന്നാണ് ബൈബിൾ വ്യക്തമാക്കുക. 1 കൊരിന്ത്യൻസ് 2-ാം അധ്യായം 9-ഉം 10-ഉം ഒക്കെ വാക്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പം നമ്മുടെ കണ്ണുകൊണ്ട് കാണാത്തതും കാതുകൊണ്ട് കേൾക്കാത്തതും മനുഷ്യന്റെ മനസ്സ് ഗ്രഹിക്കാത്തതുമായ കാര്യങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് എന്ത് ചെയ്യുന്നു? നമ്മുടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തിന്റെ നെഞ്ചിലുള്ളത് വിവേചിച്ചറിഞ്ഞ് ആ പ്രവചിക്കുവാനുള്ള കരുത്ത് തരുന്നതാണ്. ഹല്ലേലൂയ.
അതുപോലെ തന്നെ ഏഴാമത് നമ്മൾ കണ്ടു ആത്മാക്കളെ തിരിച്ചറിയുവാനുള്ള വരം, ഡിസേൺമെന്റ്, ഗിഫ്റ്റ് ഓഫ് ഡിസേൺമെന്റ്. അപ്പം ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കുന്നത് ഏതു തരത്തിലുള്ള ആത്മാവിന്റെ സ്വാധീനമാണ് എന്ന് തിരിച്ചറിയാൻ പറ്റും. അത് ദുരാത്മാവാണോ അതോ അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നിന്നാണോ എന്ന് തിരിച്ചറിയുവാനുള്ള ഒരു ആത്മീയ അഭിഷേകമാണ് ആത്മാക്കളെ തിരിച്ചറിയുവാനുള്ള വരം. എട്ടാമത് വിവിധ ഭാഷകൾ, ഭാഷാവരം, ദ ഗിഫ്റ്റ് ഓഫ് ടങ്സ്. ആത്മാവിൽ പ്രചോദിതമായി മറ്റു ഭാഷകൾ ഉപയോഗിക്കുന്ന ഒരു വരമാണ് വിവിധ ഭാഷകൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുവാൻ പറ്റുന്നതാണ് ഭാഷാപരമെന്ന് പറയുക. അപ്പൊ നമ്മള് ലോകത്തിന്റെ ഏതെങ്കിലും മൂലയിലുള്ള ഒരു രാജ്യത്ത് ഉപയോഗിക്കുന്ന ഭാഷയായിരിക്കും ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ നാവിലേക്ക് കടന്നു വരിക. അപ്പം അത് അപ്പോസ്തല പ്രവൃത്തികൾ 2-ാമത്തെ അധ്യായത്തിൽ ആത്മാവിന്റെ അഭിഷേകം സ്വീകരിച്ചതിന് ശേഷം ശിഷ്യന്മാര് വിവിധ ഭാഷകളിൽ സംസാരിച്ചു എന്ന് നമുക്ക് കാണുവാൻ പറ്റും. അവിടെ വന്നിരുന്ന വിവിധ രാജ്യങ്ങളിലുള്ള ആളുകൾ അവരവരുടെ താന്താങ്ങളുടെ ഭാഷയിൽ സംസാരിക്കുന്നത് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നത് അവർ കേൾക്കുകയാണ്. ഭാഷാപരം അത് ദൈവത്തിന്റെ ദാനമാണ്. അതുപോലെ തന്നെ ഭാഷാപരത്തെ വ്യാഖ്യാനിക്കുവാനുള്ള വ്യാഖ്യാനപരം, ഇന്റർപ്രിട്ടേഷൻ ഓഫ് ടങ്സ്. ഭാഷാപരത്തിൽ സംസാരിക്കുന്ന ഒരു വ്യക്തി അതെന്താണ് പറയുന്നത് അല്ലെങ്കിൽ എന്താണ് എന്നുള്ളത് വെളിപ്പെടുത്തി തരുവാൻ തക്കവിധമുള്ള വ്യാഖ്യാന വരം, അതും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അപ്പൊ 9 വരങ്ങൾ നമ്മൾ ഇവിടെ കണ്ടു. പൊതു നന്മയ്ക്കായി ഇത് ഉപയോഗിക്കണം എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുമ്പം എന്തിനു വേണ്ടിയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വരങ്ങൾ നൽകുക? അത് നമ്മൾ കണ്ടു 1 കൊരിന്ത്യൻസ് 12:7 അത് പൊതു നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വരങ്ങൾ നൽകുക. അത് സഭയെ പണിതുയർത്തുവാൻ, വിശ്വാസികളെ ശക്തിപ്പെടുത്തുവാൻ, സുവിശേഷം പ്രസംഗിക്കുവാൻ, ദൈവിക സാന്നിധ്യം പ്രകടിപ്പിക്കുവാൻ. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ ഓർക്കണം, സ്വന്തം മഹത്വത്തിന് വേണ്ടിയല്ല, സ്വയം മഹത്വപ്പെടുത്തി ഞാൻ ഒരു സംഭവമാണ് എന്നൊക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ വിളിച്ചു പറയുന്നത്, വിശ്വാസികളുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിന് വേണ്ടിയിട്ടല്ല ദൈവം ഈ ഗിഫ്റ്റ് തരിക. അത് സഭയെ പണിതുയർത്തുവാനാണ്, വിശ്വാസികളെ ശക്തിപ്പെടുത്തുവാനാണ്, അവരെ സഭയോട് ചേർത്ത് നിർത്തുവാനാണ്. അതുകൊണ്ട് സഭയെ സ്വന്തം ശരീരത്തെ പോലെ കണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണമെന്നാണ് ബൈബിൾ പറയുക. അതായത് 1 കൊരിന്ത്യൻസ് 12-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ശരീരം ഒന്നാണെങ്കിലും അതിൽ പല അവയവങ്ങൾ ഉണ്ട്. അവയവങ്ങൾ പലതെങ്കിലും അവയെല്ലാം ചേർന്ന് ഏക ശരീരമായിരിക്കുന്നു. അതുപോലെ തന്നെയാണ് ക്രിസ്തുവും. ഹല്ലേലൂയ. ഇപ്പം കണ്ണ് പറയുന്നു ഞാൻ കൈയല്ല, കൈ പറയുന്നു ഞാൻ കാലല്ല. എന്നാൽ കാലും കൈയും കണ്ണും എല്ലാം നമുക്ക് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഒരുപോലെ അനിവാര്യമായ കാര്യമാണ്. അപ്പം നമ്മൾ പ്രസംഗിക്കുമ്പോൾ ആ പ്രസംഗിക്കുന്ന വ്യക്തി മാത്രമല്ല പ്രധാനം, അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവരും അവിടെ പ്രവചിക്കുന്നവരും ഭാഷാപരത്തിൽ സംസാരിക്കുന്നവരും എല്ലാം ഓരോ തരത്തിൽ പ്രാധാന്യം അർഹിക്കുന്നതാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുപോലെ തന്നെ നമ്മൾ ഈ വരവും ഫലവും തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്നും പഠിക്കുന്നത് നല്ലതാണ്. ഗിഫ്റ്റ് അത് ദൈവിക ദാനമാണ്, മനുഷ്യന്റെ കഴിവല്ല, മനുഷ്യൻ പഠിച്ചു നേടിയതല്ല, പണം കൊടുത്തു നേടാൻ പറ്റുന്നതല്ല. അത് ദൈവം നൽകുന്ന ഒരു ശക്തി അല്ലെങ്കിൽ ഒരു കൃപാവരമാണ്, ദൈവിക ദാനമാണ്. അത് സേവനത്തിന് വേണ്ടി ദൈവം തരുന്ന ഒരു ശക്തമായ ഒരു കൃപാവരമാണ്. എന്നാൽ ഫ്രൂട്ട്, ഫലം, അത് നമ്മുടെ സ്വഭാവത്തിൽ വരുന്ന മാറ്റമാണ്. നമ്മൾ എത്ര പള്ളി പോയാലും, എത്ര പ്രാർത്ഥിച്ചാലും, എത്ര ധ്യാനം കൂടിയാലും, എത്ര ഉപവാസം എടുത്താലും അടിസ്ഥാനപരമായി നമ്മുടെ സ്വഭാവത്തിൽ ഒരു മാറ്റം വരുന്നില്ല എങ്കിൽ, അല്ലെ, എല്ലാ വരവും നമുക്കുണ്ട്. പ്രവചിക്കാനുള്ള വരമുണ്ട്, ഭാഷാവരമുണ്ട്, രോഗശാന്തി വരമുണ്ട്, അങ്ങനെ എല്ലാ വരങ്ങളും നമുക്കുണ്ട്. പക്ഷെ നമ്മുടെ സ്വഭാവത്തിൽ മാറ്റമില്ല എങ്കിൽ എന്താ പ്രയോജനം? മറ്റൊരാളെ അവരുടെ ഒരു പ്രതികൂല കാലാവസ്ഥയിൽ അവരെ ഒന്ന് ചേർത്ത് പിടിക്കുവാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ ഈ വരങ്ങള് നമുക്ക് കിട്ടിയിട്ട് എന്ത് പ്രയോജനം? ഹല്ലേലൂയ. വരങ്ങളെ കുറിച്ച്
എന്താ പറയുന്നത്, നമ്മൾ 1 കൊരിന്ത്യൻസ് 12-ാം അധ്യായത്തിൽ പഠിപ്പിക്കുന്ന അതേ സെൻപോള് 13-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പം സ്നേഹത്തെക്കുറിച്ചാണ് പഠിപ്പിക്കുക. എന്ന് വെച്ചാൽ പ്രവചനപരമുണ്ടെങ്കിലും സകല രഹസ്യങ്ങളും ഗ്രഹിക്കുകയും വിജ്ഞാനവും വിശ്വാസവും ഒക്കെ ഉണ്ടെങ്കിലും സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞു വെക്കുന്ന ഒരു അവസ്ഥ നമുക്കവിടെ കാണാൻ പറ്റും. വരം ഉണ്ട്, എല്ലാ വരവും ഉണ്ട്, പക്ഷെ നമ്മളിൽ ഫലമൊന്നുമില്ല എങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവ് തരുന്ന ഒരു മാർക്ക് എന്ന് പറയുന്നത് വട്ടപൂജ്യമാണ്, സീറോയാണ്. സ്നേഹം അതൊരു ഫലമാണ്, അത് ദൈവത്തിന്റെ സ്വഭാവമാണ്. സ്നേഹം ഇല്ലാതെ നമുക്ക് നിരവധിയായ വരങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ് നടന്നിട്ട് ഒരു പ്രയോജനവുമില്ല. ഹല്ലേലൂയ. സ്നേഹം അടിസ്ഥാനപരമായി നമുക്ക് സ്നേഹം വേണം. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ഇന്നത്തെ വിശ്വാസ സമൂഹത്തിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു മുന്നറിയിപ്പ് തരുന്നുണ്ട്. 2 തിമോത്തി 1:6 എൻ്റെ കൈവെപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവിക വരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ അനുസ്മരിപ്പിക്കുന്നു. അതായത് ലഭിച്ച വരം അടച്ചു വെക്കരുത്, അത് ഉപയോഗിക്കാതെ വെക്കരുത്, മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യരുത്. എനിക്ക് അതില്ല, എനിക്ക് ഇതുണ്ട്, അങ്ങനെ ഒരു താരതമ്യം പാടില്ല. നമുക്ക് ലഭിച്ചത് വെച്ച് വിനയത്തോടുകൂടി ദൈവസന്നിധിയിൽ താഴ്മയോടെ പ്രാർത്ഥിച്ചിരുന്ന് സഭയുടെ നന്മയ്ക്ക് വേണ്ടി നമ്മളത് ഉപയോഗിക്കണം. കാരണം പരിശുദ്ധാത്മാവ് ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. പരിശുദ്ധാത്മാവ് ഇന്നും വരങ്ങൾ നമുക്ക് തരാൻ തയ്യാറാണ്. നമുക്ക് ലഭിച്ച വരം തിരിച്ചറിഞ്ഞുകൊണ്ട് വീണ്ടും നമ്മൾ ജ്ഞാനത്തിനു വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് നമുക്ക് ദൈവാത്മാവ് നൽകും. ഹല്ലേലൂയ. അത് തിരിച്ചറിയുവാനുള്ള ഒരു ബോധ്യമാണ് നമുക്കിന്ന് ഉണ്ടാകേണ്ടത്. എല്ലാ വരങ്ങളും നമുക്കുണ്ടെങ്കിലും നമ്മുടെ ഉള്ളിൽ സ്നേഹമില്ലെങ്കിൽ ഒരു ഫലം പോലും നമ്മൾ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ല. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ മേഖലകളെയും ഒരിക്കൽ കൂടി നമ്മളൊന്ന് മനസ്സിലാക്കണം. മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ വീണ്ടും തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ട് ചിലർക്ക് അഭിഷേകം ലഭിക്കുന്നില്ല? അല്ലെ, പ്രാർത്ഥിക്കുന്നവരാണ്, ധ്യാനം കൂടുന്നവരാണ്, വചനം വായിക്കുന്നുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ ഈ വരങ്ങളൊന്നും തന്നെ, ഈ അഭിഷേകമൊന്നും സ്വീകരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇന്നത്തെ ദിവസം പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഭിഷേകത്തിന് വേണ്ടി നമുക്ക് സ്വയം ഒരുങ്ങുവാൻ 9 കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കണ്ടു. ഇന്നത്തെ ദിവസം പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഈ പെന്തക്കോസ്റ്റൽ ഡേയിൽ അനുഗ്രഹത്തിൻ്റെ അഭിഷേകം സ്വീകരിക്കുവാൻ നമ്മൾ ഒരുങ്ങുവാൻ നമുക്ക് കാത്തിരിപ്പിൻ്റെ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് സഹായിക്കുവാനും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സ്വീകരിക്കുവാനും വീണ്ടും പ്രാർത്ഥിച്ചൊരുങ്ങാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.